ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ട്രോളിലും മീമുകളിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും നീട്ടിപ്പിടിച്ച ഒരു തോക്കുമാണ് ചർച്ചാ വിഷയം. ഊരിപ്പിടിച്ച വടിവാളിന്റെയും വെടിയുണ്ടകളുടെയും നടുവിലൂടെ താൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പണ്ടൊരിക്കൽ പ്രസംഗിച്ചതിന്റെ പ്രസ്തുത ഭാഗങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വൻ വൈറലായിരുന്നു. പിന്നീട് ഇതേ രീതിയിലുള്ള പ്രസംഗവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയതോടെ ബ്രണ്ണൻ വിഷയവും പഴയ പിണറായി ചരിത്രവുമൊക്കെ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. വെടിയൊന്നും വെച്ചില്ല, തോക്ക് ചൂണ്ടി. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾക്ക് മറുപടിയായാണ് പിണറായി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. തന്നെ ഭീരുവെന്ന് വിശേഷിപ്പിച്ച സതീശൻ തനിക്ക് ഭയമുണ്ടോ എന്ന് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റയ്ക്ക് പോകുമ്പോൾ തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ടെന്നും അത്തരം ക്രിമിനൽ താവളങ്ങളിൽ കൂടെ പോലീസ് സംരക്ഷണമില്ലാതെ നടന്നുപോയ ആളാണ് താനെന്നും സതീശൻ മനസ്സിലാക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അത് ഒരു കളിത്തോക്കായിരുന്നു. നവകേരള സദസ്സിന്റെ വിജയം ചിലരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. കല്യാശ്ശേരിയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ 1000-ലധികം ആളുകൾ നിൽക്കുന്ന ഒരു കവലയിൽ 2 ചെറുപ്പക്കാർ കരിങ്കൊടിയുമായി ബസ്സിന് മുന്നിലേക്ക് ചാടി വീണു. അവിടെയുള്ള ചില ചെറുപ്പക്കാർ ഇവർ അപകടത്തിൽപ്പെടുമെന്ന് കണ്ട് ചാടി വീണവരെ തള്ളിമാറ്റിയില്ലെങ്കിൽ എന്താകും സംഭവിക്കുക? അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയല്ലേ? അത് മനുഷ്യത്വപരമായി ചെയ്യുന്നതല്ലേ? എന്തിനായിരുന്നു പ്രതിഷേധം? നവകേരള സദസ്സിൽ എന്താണ് പ്രതിഷേധിക്കാനുള്ളത്? പ്രതിഷേധം ആസൂത്രണം ചെയ്ത ആള് തന്നെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. 2200 പോലീസുകാരുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന യാത്രയാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ നവകേരള യാത്ര ഒരു സാധാരണ ബസ്സിലാണ് പോകുന്നത്. സാധാരണ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോലീസ് വണ്ടിയാണ് അതിനു മുന്നിലുള്ളത്. അതിനു മുന്നിൽ വഴി കാണിക്കാനുള്ള പോലീസ് വണ്ടിയുണ്ട്. പിന്നിൽ സാധാരണ നിലയ്ക്ക് എൻ്റെ കൂടെയുള്ള ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ പിന്നിൽ മറ്റൊരു വണ്ടിയുമുണ്ട്. ഇതാണ് 2200 പോലീസുകാർ എന്ന് പറയുന്നത്. വാഹനത്തിന് നേരെ അടിക്കുന്ന നില വന്നപ്പോൾ കൊല്ലത്ത് ഒരു വണ്ടി കൂടുതലായി വന്നു. എന്തിനാണ് ഇത്ര വലിയ അപവാദം പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത്? 4 വാഹനങ്ങളിൽ ക്രിമിനലുകൾ എൻ്റെ കൂടെ സ്വയം രക്ഷയ്ക്കുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എനിക്ക് സതീശനോട് പറയാനുള്ളത്, കുറച്ചു കാലമായല്ലോ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ട്. പൊതുപ്രവർത്തനം ആരംഭിച്ച ശേഷം എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളാണ് ഞാൻ. അത് തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. അതൊന്നും പോലീസ് സംരക്ഷണത്തിൽ പോയതല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് പോയതാണ്. അതിനൊന്നും വലിയ തോതിൽ മറ്റു സംരക്ഷണത്തിന് വല്ലാത്ത ആവശ്യമില്ലെന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലത്. ഭീരുവായ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. ഞാൻ സതീശൻ്റെ അത്ര ധീരതയുള്ള ആളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. അത് സമൂഹം വിലയിരുത്തട്ടെ. സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭീരുവോ അല്ലാതാവുകയോ ചെയ്യുന്നില്ല. നാണമുണ്ടോ ഭീരുവായ മുഖ്യമന്ത്രിക്കെന്ന് ഇന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് സതീശൻ വ്യക്തമാക്കേണ്ടതായിരുന്നു. ക്രിമിനലുകളുടെ കൂടെ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ എന്നതാണ്. ഞാനതിന് മറുപടി പറയുന്നില്ല. സതീശൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. അവരുടെ ഒരു പ്രതാപകാലമുണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടിരുന്ന കാലം. ആ കാലത്തും ഞാൻ ഇതിലെയൊക്കെ നടന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കോ സതീശ. എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നും ഞാൻ അതിലൂടെ നടന്നു പോയിട്ടുണ്ട്. ആ കാലത്ത് തന്നെ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതൊരു ക്രിമിനൽ താവളമായിരുന്നു. നിങ്ങൾ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന് മുന്നിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ടെന്ന് സതീശൻ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസിനെ ആ പ്രതാപകാലത്ത് ഭയപ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്ത് പ്രതാപമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ. ബ്രണ്ണൻ കോളേജിലെ തള്ളിന് ശേഷം അവതരിപ്പിക്കുന്ന പുതിയ ഐറ്റം എന്ന ക്യാപ്ഷനോടുകൂടിയും മറ്റും വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.